ഹായ് എവരി വൺ അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ അൻഷാദ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാത്തിരിക്കുന്ന RRB ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ ഗ്രേഡ് 1 ആൻഡ് ഗ്രേഡ് 3 എന്ത് ചെയ്തിട്ടുണ്ട്? RRB പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്ന പ്രധാന വിവരങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അല്ലേ, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, എന്താണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്താണ്, അല്ലെങ്കിൽ ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, ഇത് ഗ്രേഡ് 1ൻ്റെയും ഗ്രേഡ് 3ൻ്റെയും സിലബസ് സെയിം ആണോ, രണ്ടിലും ചോദിക്കാൻ പോകുന്ന കാര്യങ്ങൾ സെയിം ആണോ എന്നിങ്ങനെ അനവധി നിരവധി സംശയങ്ങൾ, അല്ലേ, ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, എവിടെ അപ്ലൈ ചെയ്യുക എന്നിങ്ങനെ അനവധി നിരവധി സംശയങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നിങ്ങളുടെ മനസ്സിലുണ്ടാവും. സോ അത്തരത്തിൽ എല്ലാവർക്കും വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംശയങ്ങൾ സിമ്പിളായിട്ട് തീർക്കാനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണാനുള്ള സൗകര്യത്തിന് വേണ്ടി തന്നെ ഞാൻ പല പല ചാപ്റ്റേഴ്സ് ആയിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാര്യത്തെ പറ്റി നല്ല ധാരണയാണെങ്കിൽ അടുത്ത ടോപ്പിക്കിലേക്ക്, സിലബസ് ആണ് നിങ്ങൾക്ക് ആദ്യം പറയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സിലബസിലേക്ക് സ്കിപ്പ് ചെയ്ത് പോകാനുള്ള ഒരു ഓപ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയും എന്ത് ചെയ്യാം, നിങ്ങൾക്കത് കാണാവുന്നതാണ്, നിങ്ങളുടെ സൗകര്യത്തിൽ തന്നെ എന്ത് ചെയ്യാവുന്നതാണ്, കാണാവുന്നതാണ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഒന്നും പറഞ്ഞ് ഞാൻ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ എങ്ങോട്ട് പോകാം. ആ RRB പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് കടന്നു ചെല്ലാം. ഈ RRB പറഞ്ഞിരിക്കുന്നത്, ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എംപ്ലോയ്മെന്റ് നോട്ടീസിൽ വന്ന ഡേറ്റ് ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി ഇതിൻ്റെ ഒരു പ്രസക്തിയില്ല. ജൂൺ 21 എന്ത് ചെയ്തു, അത് വന്നു കഴിഞ്ഞു. ഈ ഒഫീഷ്യലി ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്ന ഡേറ്റ് ജൂൺ 28 തീയതിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി വലിയ പ്രസക്തിയുള്ള കാര്യമല്ല. എന്നാൽ ഇത് ക്ലോസ് ആവുന്ന ഡേറ്റ് എന്താണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ജൂലൈ 28 തീയതി രാത്രി 12 മണിക്ക് എന്ത് ചെയ്യും, ഈ ആപ്ലിക്കേഷൻ ക്ലോസ് ആവും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഈ പറയുന്ന പോലെ ജൂലൈ 28 തീയതി രാത്രി 11 മണിക്ക് ബെല്ലടിച്ചിട്ട് അവസാനത്തെ ബെല്ലടിക്കുമ്പോൾ കയറി അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞിരിക്കരുത് മക്കളെ. പല പല പ്രശ്നങ്ങൾ RRBയുടെയും SSCയുടെയും വെബ്സൈറ്റുകൾ ഉണ്ടാവാറുണ്ട്. SSCയുടെ വെബ്സൈറ്റ് കഴിഞ്ഞ് എത്രയോ ദിവസമായിട്ട് ഡൗൺ ആണ്. CGLും CHSലും MTS നോട്ടിഫിക്കേഷൻ എല്ലാം കൂടെ വന്നപ്പോൾ പലർക്കും അതിനകത്തോട്ടൊന്ന് കയറാൻ പോലും പറ്റുന്നില്ല. RRB പറയുന്ന പോലെ അത്ര ഒരു ഡൗൺ ആവൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എന്നിരിക്കൽ കൂടെ നിങ്ങൾ ആ അവസാന നിമിഷത്തേക്ക് വെയിറ്റ് ചെയ്യരുത്. എപ്പോൾ തൊട്ട് നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാൻ പറ്റും, ഇന്ന് തൊട്ട് ചെയ്തു തുടങ്ങാൻ പറ്റും. എന്നാൽ ഇന്ന് തൊട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്തു തുടങ്ങുക, ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വൺ ടൈം രജിസ്ട്രേഷൻ ഒക്കെ നിങ്ങൾ ഓൾറെഡി ചെയ്തവരാണെന്നുണ്ടെങ്കിൽ, RRBയിൽ ചെയ്തിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. RRBക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ചെയ്തവരാണെങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ജൂലൈ 28 തീയതി ആപ്ലിക്കേഷൻ ഡേറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. എന്നാലും പേ ചെയ്യാനായിട്ട് പേയ്മെന്റ് ഫീ, ഒരു ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്, ഞാൻ അതിലോട്ട് വരാം. അതിനുള്ള 2 ദിവസം കൂടെ അവർ തരുന്നുണ്ട്. ജൂലൈ 30 തീയതി വരെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഫീ പേ ചെയ്യാൻ പറ്റും. ഇനി ഇൻ കേസ് നിങ്ങൾ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തെറ്റുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഓഗസ്റ്റ് 1 തീയതി മുതൽ ഓഗസ്റ്റ് 10 തീയതി വരെ, അതായത് 1/8/2025 മുതൽ 10/8/2025 വരെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ആപ്ലിക്കേഷനിൽ വരുത്തിയ തെറ്റുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് മോഡിഫൈ ചെയ്യാനും പറ്റും. അതിനൊരു മോഡിഫിക്കേഷൻ ഫീസ് ഉണ്ട്, ചെറിയ ഫീസാണ്, പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊരു സ്ക്രീൻഷോട്ട് ഇപ്പോൾ തന്നെ എടുത്തു വെച്ചോ. ആൻഡ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഒരിക്കലും എന്ത് ചെയ്യരുത്, ഈ പറയുന്ന പോലെ 28 തീയതിയിലേക്ക് ഒന്നും എന്ത് ചെയ്യരുത്, ഇത് വെക്കരുത്. പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പോൾ അതാണ് ആകെ നിങ്ങൾ എടുക്കേണ്ട ഒരു ഡേറ്റ്. ജൂലൈ 28 എല്ലാം പേയ്മെന്റ് അടക്കം എന്ത് ചെയ്യുന്നു, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മൾ അതിനെപ്പറ്റി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആലോചിക്കേണ്ട കാര്യമില്ല. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസിലോട്ട് പോകുന്നതിന് മുമ്പ്, അക്കാഡമീസിൽ ഇതിന്റെ കോഴ്സ് ഉണ്ടോ എന്ന് നിങ്ങൾ എന്തായാലും ചോദിക്കും, പലരും ചോദിക്കും, താഴെ കമന്റ് ആയിട്ട് നമുക്ക് കോൾ ആയിട്ടൊക്കെ വരും. ആദ്യമേ ഞാൻ പറയുകയാണ്, അക്കാഡമീസിൽ ടെക്നീഷ്യൻ കോഴ്സ് ഗ്രേഡ് 1 ആൻഡ് ഗ്രേഡ് 3യുടെ കംപ്ലീറ്റ് കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സിംഗിൾ കോഴ്സിൽ സിലബസിലും പാറ്റേണിലും ഒരു ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ കൂടെ രണ്ടും പ്രൊവൈഡ് ചെയ്യുന്നത്, ഗ്രേഡ് 1നും ഗ്രേഡ് 3ക്കും വേണ്ട ഫുൾ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്നത് ഈ നമ്പറിൽ 8891489498 എന്ന് പറയുന്ന നമ്പറിലോ താഴെയുള്ള 9495155105 എന്ന് പറയുന്ന നമ്പറിലോ വിളിക്കാം. ഏകദേശം 860ഓളം ക്ലാസ്സുകളുള്ള, 406ഓളം പരീക്ഷകളുള്ള, 548ഓളം സ്റ്റഡി മെറ്റീരിയലുള്ള ക്ലാസ് ആണ്. മൊബൈലും ലാപ്ടോപ്പിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ക്ലാസ്സുകളുടെയും ഈ ടെസ്റ്റിൻ്റെയും ഈ സ്റ്റഡി മെറ്റീരിയലിൻ്റെ എണ്ണം ഇനി അങ്ങോട്ട് കൂടുകയുള്ളൂ, എന്ത് ചെയ്യാൻ പോകുന്നില്ല, അതൊരിക്കലും കുറയാൻ പോകുന്നില്ല. കാരണം നമ്മൾ കാലാനുസൃതമായ മാറ്റങ്ങളും അപ്ഡേറ്റുകളും എന്ത് ചെയ്തുകൊണ്ട് ഇരിക്കും, ഈ കോഴ്സിൽ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഗ്രേഡ് 1 ഗ്രേഡ് 3 എന്നിങ്ങനെ 2 ടെക്നീഷ്യൻ പോസ്റ്റുകളിലേക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്, RRB വിളിച്ചിരിക്കുന്നത്. ഇതിൽ ഗ്രേഡ് 1 പോസ്റ്റ് ലെവൽ 5ലും കമ്മീഷൻ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഗ്രേഡ് 3 എന്ന് പറയുന്ന ലെവൽ 2ലും വരുന്നതാണ്. അതുകൊണ്ട് തന്നെ സാലറിയിൽ വ്യത്യാസമുണ്ട്. ലെവൽ 5നാണെങ്കിൽ പേയ്മെന്റ് വരുന്നത് 29,200 രൂപയാണ്. അത് ഇനീഷ്യൽ പേ ആണ്. നിങ്ങൾക്കറിയാം 29,200 ഉണ്ടെങ്കിൽ സിംപ്ലി എന്തായാലും ഒരു 40+ എന്ത് ചെയ്യും, 40K+ എന്ത് ചെയ്യും, നിങ്ങളുടെ ഇൻ ഹാൻഡ് സാലറി ആയിട്ട് വരും. അതേസമയം ഞാൻ റഫ് ആയിട്ടുള്ള ഫിഗറാണ് പറയുന്നത് കേട്ടോ. ഇപ്പോൾ അതിലും മാറ്റങ്ങൾ ഉണ്ടാവും, ചെറിയ കൂടുതലുകളോ കുറവുകളോ ഉണ്ടാവും. എന്തായാലും ഇത് 29,200 എന്ന് പറയുന്നത് ബേസിക് പേ മാത്രമാണ് മനസ്സിലാക്കുക. അതേപോലെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആണെങ്കിൽ എന്താണ്, 19,900 ആണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ ഇനീഷ്യൽ പേ വരുന്നത്. മെഡിക്കലിനെ പറ്റി നമുക്ക് സംസാരിക്കാം. ഇനി ഗ്രേഡ് 1 ആണെങ്കിൽ 18 മുതൽ 33 വയസ്സ് വരെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതിലാകെ 183 വേക്കൻസിയെ എല്ലാ RRBയിലും കൂടി എന്ത് ചെയ്യുന്നുള്ളൂ, വരുന്നുള്ളൂ.
അതേസമയം ഗ്രേഡ് 3 ലെവൽ 2 18 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 33 ഇല്ല, 30 ഉള്ളൂ. പക്ഷേ ഇവിടെ എത്ര വേക്കൻസി ഉണ്ട്? 6055 വേക്കൻസി ഉണ്ട്. അതായത് ആകെ മൊത്തം ടോട്ടൽ 6238 വേക്കൻസികളിലേക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ പറയുന്നത് പോലെ ഈ വിളിച്ചിരിക്കുന്നത്. ഇത് ഓരോന്നിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓരോ സോണിൽ എത്ര വേക്കൻസി ഉണ്ട്, സോൺ വൈസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുക. നമ്മൾ ഈ പറയുന്ന പോലെ സംസ്ഥാനമല്ലല്ലോ, സെൻട്രൽ ഗവൺമെന്റ് അല്ലേ, അതുകൊണ്ട് ഓരോ സോണിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. അതിന്റെ വേക്കൻസി ഓരോന്നിലും എത്രയാണ്, ഏതൊക്കെ പോസ്റ്റുകളാണെന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ സ്ക്രീൻഷോട്ട് എടുത്തിരിക്കുകയാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. ആ ഒഫീഷ്യൽ PDF-ലുണ്ട്. അത് വേണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആണ്. ഇല്ലെങ്കിൽ ഏത് RRBയുടെ സൈറ്റിൽ കയറിയാലും നിങ്ങൾക്ക് അത് കിട്ടും. നമ്മുടെ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യുക. ഇത് മാത്രമല്ല, ഇതുപോലത്തെ എല്ലാ അപ്ഡേറ്റുകളും ഇതുപോലത്തെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാറുണ്ട്, നമ്മളവിടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ 6238 വേക്കൻസികളിലേക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ഇനി ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച്, കാരണം പലർക്കും ഇപ്പോൾ ഈ വയസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ വരാൻ പോകുന്ന കമന്റുകൾ എനിക്കറിയാം. സ്വാഭാവികമാണ് കേട്ടോ, നിങ്ങളുടെ സംശയമാണ്, നമ്മളത് മനസ്സിലാക്കുന്നു. ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക? അപ്പോൾ അതെ, നോട്ട് ഏർലിയർ ദാൻ ഗ്രേഡ് 1 18 മുതൽ 33 വരെ പറ്റും. അതിൽ 2/7/1992 മുമ്പ് ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അതേസമയം OBC ആണെങ്കിൽ 3 വർഷത്തെ റിസർവേഷൻ കിട്ടും, 2/7/1989. SC/ST ആണെങ്കിൽ 2/7/1987 എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അതേപോലെ നോട്ട് ലേറ്റർ ദാൻ, അതിലിപ്പോൾ വലിയ പ്രസക്തിയില്ല, 18 വയസ്സ് കഴിയണം എന്നുള്ളതിനാണ്. 2007, 18, 2025 മിനിമം 18 വയസ്സാവണം പരീക്ഷ എഴുതണമെങ്കിൽ, എല്ലാവർക്കും അറിയുന്നതാണ്. അതേപോലെ ഗ്രേഡ് ഈ പറയുന്നത് പോലെ അടുത്തതിന് 18-30 ഗ്രേഡ് 3യുടെയും കൊടുത്തിട്ടുണ്ട്. 2795, 2792, 2790. അപ്പോൾ യു ഡു ദ മാച്ച്, നിങ്ങൾ അതിന് പോസിബിൾ ആണോ, നിങ്ങൾ അതിന് എലിജിബിൾ ആണോ ഏജ് വെച്ച് അല്ലയോ എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇനി ഈ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത്. ഇത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം സാധാരണ ഈ പറയുന്ന പോലെ SSCയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഈ അൺറിസർവ്ഡിന്റെ മാത്രമേ പറയുള്ളൂ. പിന്നെ OBC എത്ര, SC/ST എത്ര, ബാക്കി ഉള്ളത് എത്ര എന്നുള്ളത് നമ്മൾ ഓരോന്നും എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ അതില്ല. ഇവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് OBCക്ക് ഇത്രയാണ്, SC/STക്ക് ഇത്രയാണെന്ന് പറയുന്ന കൃത്യമായ ആ ഒരു ഏജ് റിസർവേഷന്റെ കേസ് എന്ത് ചെയ്തിട്ടുണ്ട് അവർ പറഞ്ഞിട്ടുണ്ട്. കാരണം OBCക്ക് നോർമലി എത്ര വർഷം റിസർവേഷൻ കിട്ടുക, 3 വർഷമാണ്. സോറി, റിസർവേഷൻ അല്ല, റിലാക്സേഷൻ 3 വർഷമാണ് കിട്ടുക. SC/STക്ക് ആണെങ്കിൽ എത്ര കിട്ടും, 5 വർഷമാണ് SC/STക്ക് എന്ത് കിട്ടുക, റിലാക്സേഷൻ കിട്ടുക. അപ്പോൾ അതും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് വന്നിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്തോളൂ, നിങ്ങൾ ചോദിച്ചോളൂ, നമുക്ക് എന്ത് ചെയ്യാം, അതിലൊരു ക്ലാരിറ്റി വരുത്താം. ഇനി മെഡിക്കൽ സ്റ്റാൻഡേർഡ്. ഈ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. ഇതിലിപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു എക്സാം നോട്ടിഫിക്കേഷൻ വന്നാൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന മെസ്സേജുകളിൽ ഒന്നാണ് ഈ പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് എങ്ങനെയാണ് എന്താണെന്നുള്ളത്. ഞാൻ പറഞ്ഞെങ്കിൽ മക്കളെ, ഇവിടെ കൃത്യമായിട്ട് ഓരോ പോസ്റ്റിനും വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് നോട്ടിഫിക്കേഷനിലുണ്ട്. ഇത് പല മെഡിക്കൽ കാറ്റഗറീസ് ആണ്. A1, A2, A3, B1, B2, B3, C1, C2, C3 അങ്ങനെ പല ക്ലാസിഫിക്കേഷൻസിലാണ് ഈ പറയുന്നത് പോലെ RRBയുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത്. അതിൽ A1, A2 ഒക്കെ ഭയങ്കര ഹാർഡാണ്. ലോക്കോ പൈലറ്റിനും സ്റ്റേഷൻ മാസ്റ്റർക്കൊക്കെ വേണ്ടുന്ന ലെവലാണ്. അതിലൊന്നും ഈ പറയുന്ന പോലെ ഗ്ലാസ് വെച്ചിട്ടുണ്ടെങ്കിൽ 99% ആ ജോലി എന്ത് ചെയ്യാൻ പറ്റില്ല, കിട്ടില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം, നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കൃത്യമായിട്ട് നിങ്ങളുടെ വിഷൻ എന്താണ്, നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടോ എന്നറിയാനായിട്ട് നിങ്ങൾ കണ്ണൊന്ന് പോയിട്ട് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് പറ്റുക എന്നുള്ളത് നിങ്ങൾ ആ ഡോക്ടറോട് ചോദിക്കുക. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അതാണ്. കാരണം അത് അറിയാത്ത ആളുകളോട്, മറ്റേ മുറിവൈദ്യൻ ആളെ കൊല്ലുന്നു പറയില്ലേ, അപ്പോൾ ആദ്യം അറിയുന്ന ആൾക്കാരോട് ദയവേത് ചോദിക്കാതിരിക്കുക. നിങ്ങളുടെ വിഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. എന്നിട്ട് ആ ഡോക്ടറോട് തന്നെ കൺസൾട്ട് ചെയ്യുക. ഇതാണ് ഞാൻ ഇന്നൊരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, ഇതാണ് കാര്യം, അപ്പോൾ ഇതിൽ എനിക്ക് ഏതാണ് പറ്റുക എന്നുള്ളത്, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഇതിൻ്റെ പറയുന്നത്. അപ്പോൾ അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. അതിനനുസരിച്ച് നിങ്ങൾക്ക് പറ്റുന്ന പോസ്റ്റുകളിൽ മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നിൽക്കുക. കാരണം എല്ലാം ക്ലിയർ ചെയ്ത് അവസാനം മെഡിക്കലിൽ റിജക്റ്റ് ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്ര സുഖമുള്ള ഒരു പരിപാടിയൊന്നുമില്ല, ഹാർട്ട് ബ്രേക്കിംഗ് ആണ്. സോ അതുകൊണ്ട് എന്ത് ചെയ്യരുത്, അതിന് നിൽക്കരുത്. അപ്പോൾ ഓരോ ഏതൊക്കെ ഇത് A3, B1, B2, B2, C1 ഇങ്ങനെ 4 മെഡിക്കൽ കാറ്റഗറി ഇതിനകത്ത് വരുന്നത്. അത് ഓരോ പോസ്റ്റിനും ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് ആ PDF ഉണ്ട്. PDF ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചാനലിൽ കിട്ടും. ഇനി എക്സാം ഫീസ് ആണെങ്കിൽ എല്ലാവർക്കും 500 രൂപയാണ്. അതിൽ RRB ഒരു 100 രൂപ എടുക്കുള്ളൂ. പിന്നെ ഒരു ചെറിയ ബാങ്ക് ചാർജും ഡിഡക്ട് ചെയ്തിട്ട് ബാക്കി 400 രൂപ എക്സാം കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും, റീഫണ്ട് ചെയ്ത് തരും. ലൈക്ക് എല്ലാ RRBയുടെ ഒരു പരിപാടി അതാണ്. എല്ലാവരും പരീക്ഷ എഴുതാനായിട്ടാണ്. പരീക്ഷ എഴുതിയില്ലെങ്കിൽ നിങ്ങളുടെ 500 പോയി, നിങ്ങൾക്ക് എന്ത് കിട്ടില്ല, ആ റീഫണ്ട് കിട്ടില്ല. പക്ഷേ പരീക്ഷ നിങ്ങൾ കൃത്യമായി പോയി എഴുതിയെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ തിരിച്ചു കിട്ടും. അതേസമയം ബാക്കി SC, ST, എക്സ് സർവീസ്മെൻ ബാക്കിയുള്ളവർക്ക് 250 രൂപയാണ്. അതിൽ 250 രൂപ തന്നെ എന്ത് ചെയ്യും, ബാങ്കിങ് ചാർജ് പിടിച്ചുകൊണ്ട് അവർ തിരിച്ചിട്ട് തരും. അപ്പോൾ ഇതാണ് എക്സാമിനേഷൻ ഫീ എന്ന് പറയുന്നത്. 500 കൊടുത്താൽ 400 കിട്ടും. 250 കൊടുക്കുന്നവർക്ക് 250 തന്നെ തിരിച്ചു കിട്ടുകയും ചെയ്യും. ഇനി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഒറ്റ പരീക്ഷയാണുള്ളത്. 90 മിനിറ്റ് 100 ചോദ്യമാണ് വരുന്നത്. പക്ഷേ ഗ്രേഡ് 1ൻ്റെയും ഗ്രേഡ് 3യുടെയും സിലബസിലും മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലും ഒരു ചെറിയ മാറ്റമുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിൽ ആദ്യം ഗ്രേഡ് 1ൻ്റെ കേസ് പറയണമെങ്കിൽ GK എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ GK എന്ന് പറയുമ്പോൾ ആകെ 10 മാർക്കിനാണ് വരുന്നത്. ഗ്രേഡ് 1ന് GK എന്ന് പറയുന്നത് ആകെ 10 മാർക്കിനാണ് വരുന്നത്. അപ്പോൾ ഈ 10 മാർക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാം വരും. എല്ലാം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറയുന്നത് പോലെ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റി, കറണ്ട് അഫയേഴ്സ് എന്നിങ്ങനെ എല്ലാം എന്ത് ചെയ്യും, ഈ പറയുന്നത് പോലെ ഇതിനകത്ത് വരും. സാധാരണ ഞാൻ ഈ പറയുന്ന പോലെ പറയുമ്പോൾ സയൻസും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നോളജും കൂടെ GKയിലാണ് പറയാറുള്ളത്. പക്ഷേ അതിവിടെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവരിവിടെ പറഞ്ഞിരിക്കുന്നത് കമ്പ്യൂട്ടർ നോളജിന് 20 മാർക്കും അതുപോലെ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 35 മാർക്കിനും. അപ്പോൾ നിങ്ങൾ ഏറ്റവും നന്നായി പഠിക്കേണ്ടത് ഏതാണെന്നുള്ളത് ഇപ്പോഴേ നിങ്ങൾക്ക് ക്ലിയർ ആയി. ബേസിക് സയൻസ് ആൻഡ്
എഞ്ചിനീയറിംഗ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ പഠിച്ചെടുക്കേണ്ടത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഒരു NTPC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആൾ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഈ 35+20 55, 55+10 65, ഈ 65 മാർക്ക് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഇതിൽ ഈ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഭാഗത്തിൽ സയൻസ് സെറ്റാണ്. എഞ്ചിനീയറിംഗിൽ കുറച്ച് അതല്ലാത്ത ടോപ്പിക്കുകൾക്ക് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ മൈക്രോ കൺട്രോളർ, മൈക്രോ പ്രൊസസർ, അതിനെക്കുറിച്ച് ഇത്രയും കൂടെ ഇൻഡെപ്തിലുള്ള ചോദ്യങ്ങളും ഇൻഡെപ്തിലുള്ള കാര്യങ്ങളും എന്ത് ചെയ്യും ഇവിടെ വരും. എന്നാൽ ഈ പറഞ്ഞ പോലെ ഒരു 10-40 മാർക്കിന് ജനറൽ അവയർനെസ് ആയാലും കമ്പ്യൂട്ടർ ആയാലും എല്ലാം എന്ത് ചെയ്യുന്നത് തന്നെയാണ്, നമ്മൾ പഠിക്കുന്നത് തന്നെയാണ്. അപ്പോൾ 65 മാർക്ക് അവിടെ പോയി. പിന്നെ ബാക്കിയുള്ളത് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് മാത്സും ആണ്. അതിൽ റീസണിങ്ങിന് 15 മാർക്കും മാത്സിന് 20 മാർക്കുമാണ്. സ്ഥിരം സിലബസ് തന്നെയാണ്. മാത്സ് ആണെങ്കിൽ റേഷ്യോ, പെർസെൻറ്റേജ്, SICA, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ടൈം ആൻഡ് വർക്ക്, അതൊക്കെ അവരൊരു ഇച്ചിരി വലുതാക്കിയിട്ടൊക്കെ തന്നിട്ടുണ്ടെന്നുള്ളതിലോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിനകത്ത് വരുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് അതൊക്കെ തന്നെയാണ്. റീസണിംഗ് ആണെങ്കിലും ഈ പറഞ്ഞതുപോലെ നമ്മുടെ സ്ഥിരം അനാലജി, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, ആൽഫബറ്റ് സീരീസ്, നമ്പർ സീരീസ്, സില്ലോജിസം, വെൻ ഡയഗ്രാം, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസണിംഗ്, ക്ലാസിഫിക്കേഷൻ, പസിൽസ്, സീറ്റിംഗ് അറേഞ്ച്മെന്റ്, ഇതുപോലത്തെ ഞാനിങ്ങനെ പടപടയെന്ന് പറഞ്ഞു പോകുന്നുള്ളതേ ഉള്ളൂ. ഇതൊക്കെ സ്ഥിരം എല്ലാ പരീക്ഷയ്ക്കുള്ള ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗും എല്ലാ പരീക്ഷയ്ക്കുള്ള മാത്സിന്റെ സിലബസും തന്നെയാണ് ഇതിന് വന്നിരിക്കുന്നത്. ഈ പറയുന്ന പോലെ ഗ്രേഡ് 1ന്റെ CBTക്കും എന്ത് ചെയ്തിരിക്കുന്നത്, വന്നിരിക്കുന്നത്. അപ്പോൾ മൊത്തം 100 മാർക്ക്, ഓരോ ചോദ്യത്തിനും 1 മാർക്ക് വെച്ച് 100 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. നെഗറ്റീവ് മാർക്ക് ഉണ്ട്, 0.33 ആണ് നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത്. അതായത് 1/3 എന്ത് ചെയ്യും, നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. 90 മിനിറ്റ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, 100 ചോദ്യം എഴുതണം. അതായത് ഏറെക്കുറെ ഒരു ചോദ്യത്തിന് 1 മിനിറ്റിൽ താഴെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കിട്ടും. ഇനി ഗ്രേഡ് 3യുടെ സിലബസിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ആ ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. ചെറിയ മാറ്റുണ്ട്. മാത്സിന് 25, റീസണിങ്ങിന് 25. അപ്പോൾ രണ്ടും കൂടെ എത്രയായി, 50 മാർക്കായി. പിന്നെ സയൻസിന് 40 മാർക്കും GKക്ക് 10 മാർക്കേ ഉള്ളൂ. കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സാധനം ഇവിടെ ഇല്ല. എന്നിരിക്കലും ഈ പറയുന്ന പോലെ GKക്കകത്ത് കമ്പ്യൂട്ടറിന്റെ ചോദ്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് വന്നാലും വരാറുണ്ട്. അത് ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്കായാലും ഇതിനായാലും എന്ത് ചെയ്യും, ഇതിനുള്ളതുണ്ടാവും. അതിപ്പോൾ നിങ്ങൾ പലപ്പോഴും നമ്മൾ ഈ പറയുന്ന പോലെ ഇങ്ങനെ കറക്റ്റായിട്ട് കോഴ്സൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ തരുമ്പോൾ നിങ്ങൾ പറയും, ഇതിലില്ലാത്ത ഈ സിലബസിൽ ഞാനതൊന്നും നോക്കിയിട്ട് കണ്ടിട്ടില്ലല്ലോ, നിങ്ങൾ എവിടെ നിന്ന് ഈ ടോപ്പിക് തന്നേക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ളവരോട് ചോദിക്കുമ്പോൾ ഞാൻ പറയാറുള്ള കാര്യമാണ്, ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ദ ടോപ്പിക്സ് ലിസ്റ്റഡ് എബവ് ആർ ഇല്ലുസ്ട്രേറ്റീവ് ആൻഡ് നോട്ട് നെസസറിലി എക്സോസ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഇത്രയേ ഉള്ളൂ, ഇതിന് പുറത്തുനിന്ന് ഞങ്ങൾ ചോദിക്കും, പറ്റുമെങ്കിൽ നിങ്ങൾ പരീക്ഷ എഴുതിയാൽ മതി എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് മലയാളത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യും, ഇതിലും ചോദ്യം വരും. അപ്പോൾ ഈ പറയുന്ന പോലെ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറയുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ അവയർനെസ് 10, ജനറൽ സയൻസ് 40. സയൻസിനാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുത്ത് നന്നായിട്ട് പഠിക്കേണ്ടത്. കാരണം ഇൻഡെപ്ത് ചോദ്യങ്ങളും പ്രോബ്ലംസും അതുപോലുള്ള കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യും, ഇവിടെ ചോദിക്കും. തൊട്ടുമ്പത്തേലും ഈ പറഞ്ഞതുപോലെ വരും. പക്ഷേ അവിടെ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്. സോ എഞ്ചിനീയറിംഗ് ടോപ്പിക്കുകൾക്ക് കൂടെ എന്തുണ്ട്, ഈ പറയുന്ന പോലെ ഗ്രേഡ് 1ൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ മക്കളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ പോസ്റ്റിനും ഓരോ രീതിയിലാണ്. അപ്പോൾ അത് ഓരോന്നും ഞാൻ ഈ വായിച്ചു തരുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തില്ല, യാതൊരു ഉപകാരമില്ല. ഞാനിപ്പോൾ ഇവിടെ ഒരു സാമ്പിളായിട്ട് നമ്മുടെ ഗ്രേഡ് 1 സിഗ്നലിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓരോന്നിനെയും 40 പോസ്റ്റുകളോളം ഉണ്ട്. അത് ഓരോന്നിനും ഈ പറയുന്നത് പോലെ ഓരോന്നിനെയും ക്വാളിഫിക്കേഷൻ ഡിഫറൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ PDF നോക്കുക, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്പെസിഫിക് പോസ്റ്റിൻ്റെ സംശയം ഉണ്ടെങ്കിൽ അത് ഇട്ടോളൂ. കാരണം ഞാൻ വായിച്ചു തരുന്നതിൽ അർത്ഥമല്ല, നിങ്ങൾക്ക് നോക്കിയത് മനസ്സിലാവും. വളരെ നീറ്റായിട്ടും വളരെ സോർട്ട് ചെയ്തിട്ട് RRB എന്ത് ചെയ്തിട്ടുണ്ട്, അത് കൊടുത്തിട്ടുണ്ട്. PDF ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് RRBയുടെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിന്ന് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. എന്നതിന് ശേഷം നിങ്ങൾ നോക്കുക. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ RRBയുടെ സൈറ്റിൽ കയറി എന്ത് ചെയ്യുക, നിങ്ങളിത് അപ്ലൈ ചെയ്യുക. സമയം കളയാതെ തന്നെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ തുടങ്ങുക. അപ്പോൾ ഇനി ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ, അത് താഴെ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്തോളൂ. ഇതിനു വേണ്ടി പഠിക്കാൻ കട്ടയ്ക്ക്, ഈ ഒരു ജോലി നിങ്ങൾ സ്വപ്നം കാണുന്നെങ്കിൽ കട്ടയ്ക്ക് പഠിക്കാനായിട്ട് കൃത്യമായിട്ടുള്ള ഒരു കോഴ്സ്, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകാൻ ഒരു അടിപൊളി കോഴ്സാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ അത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾ ഈ പറയുന്ന പോലെ ഞാൻ പറയുന്നത് വിശ്വസിച്ച് ജോയിൻ ചെയ്യുമെന്ന് വേണ്ട. നിങ്ങൾ ആ കോഴ്സിനകത്ത് കയറുക. എന്നിട്ട് കണ്ടന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഒരുപാട് ഡെമോ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്, ഡെമോ എക്സാംസ് അവൈലബിൾ ആണ്, ഡെമോ PDFകൾ അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾ കണ്ടോ. എന്നിട്ട് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ കൂടെ കൂടിക്കോ. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം ഒരു പാതി ആകുമ്പോഴത്തേക്കും അത്രയൊന്നും എടുക്കില്ലായിരിക്കും, ഈ പറയുന്ന ഒരു കേന്ദ്ര സർക്കാർ ജോലി എന്നുള്ള സ്വപ്നത്തിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് എത്താം. അതിന് നമ്മളാൽ കഴിയുന്ന എല്ലാം ചെയ്തിട്ടുണ്ടാവും, നമ്മളുണ്ടാവും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന പോലെ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ. ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ഷമയോടെ കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ്. ഹാവ് എ നൈസ് ഡേ. ബൈ.